യെസ്, അടുത്ത വാർത്തയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കായംകുളത്തേക്കാണ് പോകുന്നത്. അത് വലിയ നിർണായകമാവുന്ന ഒരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ കൂടി പശ്ചാത്തലമാണ്. കായംകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ലീഗ് നേതാവ് ഇർഷാദിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കുന്നു ആലപ്പുഴ ജില്ലാ കളക്ടർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണിപ്പോൾ കളക്ടറുടെ ഈ നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഭ പോലീസിനും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ UDF സ്ഥാനാർത്ഥി ലിജു പരസ്യമായി പ്രതിഭയോട് മാപ്പ് പറഞ്ഞിരുന്നു. തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് പ്രതിഭ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇന്നലെ പാർട്ടി മണ്ഡലം കമ്മിറ്റി തന്നെയാണ് പത്രസമ്മേളനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്. നയം അവർ പറഞ്ഞിരുന്നു, തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പറഞ്ഞു. സുമോട്ടോ ഒക്കെ തന്നെ ഇപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയില്ല. മറ്റൊന്ന്, മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഇന്ന് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അതെല്ലാം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിഷമത്തിൽ അവിടെ ആരെങ്കിലും അതിനെയൊന്നും അവിടെ എതിർത്ത് ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്നുവെച്ചാൽ ഒരു മീറ്റിങ്ങാണ്, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളല്ലല്ലോ തിരഞ്ഞെടുപ്പിൽ പറയേണ്ടത് എന്ന് ആരും പറയാതെ പിന്നീട് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല, അത് അവരുടെ ഐഡിയോളജിയുടെ ഭാഗമായി അവർ ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്ത് ആരും വിലക്കിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് അടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതാണ് പ്രതിഭ പ്രതികരിച്ചത്. എന്തായാലും കായംകുളത്തെ രാഷ്ട്രീയത്തെ മാത്രമല്ല, കേരളത്തിൽ പൊതുവിലും ഇത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഉയരുന്ന ചോദ്യം ഇതാണ്: ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം സ്വഭാവമല്ല. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങൾ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നില്ല, എല്ലാ പാർട്ടികളിലും അത് ഉണ്ടാവുന്നുണ്ട്. കായംകുളത്തെ എന്തായാലും ഈ നീക്കം അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടി പ്രതികരണം നമുക്ക് വന്നിട്ടുണ്ട്. പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം അങ്ങേയറ്റം തെറ്റെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. വ്യക്തിഹത്യ പാടില്ല. പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഇങ്ങനെ കാണുന്നത് ചിലരുടെ മനോവൈകൃതമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ എപ്പോഴും വ്യക്തികളുടെ അന്തസ്സ് പാലിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശ്രദ്ധിക്കണം. കഴിയാവുന്നത്ര എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ അങ്ങേയറ്റം തെറ്റായ സമീപനമാണ് ഇപ്പോൾ പരാമർശിച്ച കായംകുളത്തിൻ്റെ കാര്യത്തിലുണ്ടായത്. അത് എല്ലാവരും ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് വേണുഗോപാലടക്കം ഇരിക്കുന്ന വേദിയിലാണ് ഈ പറയുന്ന അങ്ങേയറ്റം തെറ്റായ വിമർശനം ഉന്നയിച്ചത്. ഒരു സഹോദരിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ കഴിയുന്നത്? പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അവമാനിക്കുന്ന നില സ്വീകരിക്കാം. അങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു മനോവൈകൃതമാണ്. അപ്പോൾ കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിമർശനമാണ് ഉയർന്നത്. ഇത് എല്ലാവരും പാഠമായി എടുത്തുകൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടതാണ്. യെസ്, മുഖ്യമന്ത്രി അത്ര കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിലപാടിൽ മുഖ്യമന്ത്രി നിലപാടെടുത്തിരിക്കുന്നത്. ഇർഷാദിൻ്റേത് അധിക്ഷേപകരമായ പരാമർശമാണെന്ന കാര്യം VD സതീശനും അംഗീകരിക്കുന്നു. ഇയാൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. രമ്യ ഹരിദാസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നിരവധി പേരെ CPM സംരക്ഷിക്കുകയാണ് ചെയ്തു എന്ന കാര്യം കൂടി സതീശൻ ഓർമ്മപ്പെടുത്തുന്നു. അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെ കുറിച്ചോ ഒരു വനിതയെ കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞു മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തെറ്റാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ ആരും അതിനെ പിന്തുണച്ചില്ല. ഒരാള് പോലും അത് ശരിയാണ്, ആ ഭാഷ ഒരു കുഴപ്പമാണ്, അല്ലെ അടർത്തി മാറ്റിയതാണ് എന്ന് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. ഒരാളും. എല്ലാവരും അതിനെ ശക്തിയായി അപലപിക്കുകയും അയാളെ സസ്പെൻഷനല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി, അയാളില്ല. പക്ഷേ ഒറ്റ ചോദ്യമാണ് എനിക്ക്, ഒറ്റ ചോദ്യം. രമ്യ ഹരിദാസിനെതിരായി അശ്ലീല പരാമർശം നടത്തിയ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാ. എന്ത് നടപടിയെടുത്തു CPM? KK രമയ്ക്കെതിരായി എത്ര അധിക്ഷേപകരമായ പരാമർശം CPM-കാർ നടത്തി?
ഒരു നടപടി എടുത്തില്ല. വീണ എസ് നായർക്കെതിരെ നടത്തി, ഒരു നടപടിയും എടുത്തില്ല. മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപകരമായ അശ്ലീലകരമായ പരാമർശങ്ങൾ നടത്തി ഇവര് വേട്ടയാടിയപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മണിക്കൂറുകൾക്കകം ആണ് നടപടിയെടുത്തത്. ഇങ്ങനെയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കെ സി വേണുഗോപാൽ അടക്കമിരുന്ന വേദിയിലാണ് ഇതുണ്ടായത്. അതാണിപ്പോൾ നേരത്തെ യു പ്രതിഭ അടക്കമുള്ളവർ കൂടുതൽ സാധ്യതയായി ഉപയോഗപ്പെടുന്നത്. എന്തായാലും കായംകുളത്തെ രാഷ്ട്രീയത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി കഴിഞ്ഞു. ഒപ്പം ഇതിനെ CPM ആ സാധ്യത ഉപയോഗപ്പെടുത്തുക കൂടിയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കായംകുളത്ത് പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് കായംകുളത്ത് തന്നെ നീക്കം നടത്തുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്താണ് ഈ സംഭവത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന നടപടികൾ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുണ്ടാവുന്നു, ഒടുവിൽ ജില്ലാ കളക്ടർ കേസെടുക്കുന്നു. എന്താണ് ഇപ്പോൾ ഇതിന്റെ രാഷ്ട്രീയത്തിനപ്പുറം നടപടികളിലേക്ക് പോയിരിക്കുന്ന കാര്യങ്ങൾ? സജിത്ത്, അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തെ നോക്കിക്കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹിളാ അസോസിയേഷൻ നേതാവായ PK ശ്രീമതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതിന് റിപ്പോർട്ട് നൽകുന്നതിനായി ആലപ്പുഴ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിരുന്നു. ഇന്ന് 1 മണിക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരുന്നത്. 12 മണിയോടുകൂടി തന്നെ ആലപ്പുഴ ജില്ലാ കളക്ടർ ഇതിനകത്ത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ പ്രധാനമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് പ്രതിഭയ്ക്കെതിരായ അപവാദ പരാമർശം അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളതായി കണ്ടെത്തി. അതിൽ തന്നെ ഈ ജില്ലാ കളക്ടർ, ADM ഒപ്പം തന്നെ IT ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു ടീമാണ് ഇത് പരിശോധിച്ചത്. തുടർന്ന് കേസെടുക്കാനായി പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തൽ, സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രസ്താവന നടത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നാണ് ഇപ്പോൾ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മഹിളാ അസോസിയേഷൻ കായംകുളം പോലീസിൽ പരാതി നൽകുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കായംകുളം പോലീസായിരിക്കും ഈ സംഭവത്തിൽ കേസെടുക്കുക. എന്തായാലും ഈ നിലവിൽ ഉദ്യോഗസ്ഥരോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കേസ് എടുത്താൽ തന്നെ അത് നടപടിയിലേക്ക് നീങ്ങുന്ന ഇർഷാദിനെതിരെ ആയിരിക്കും. കാരണം ആ പരിപാടി നടക്കുന്ന വേദിയിൽ സ്ഥാനാർത്ഥി M. ലിജു അടക്കമുള്ള ആളുകളില്ലായിരുന്നു. മറ്റ് UDFന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇല്ലായിരുന്നു. പ്രാദേശിക ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നടപടിയിലേക്ക് ഈ ഇർഷാദ് പറഞ്ഞ അപവാദപരമായ പരാമർശത്തിനകത്ത് ലീഗ് നേതാവിനെതിരെ കേസെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലീഗ് നേതാവിനെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് നീക്കം. ഒപ്പം ശരണ്യ, ഇത് ഈ കായംകുളത്തെ രാഷ്ട്രീയത്തിൽ എത്ര കണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? കാരണം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, പൊതുവിൽ ഇടതുപക്ഷം ഇതൊരു വലിയ ചർച്ചയാക്കുകയാണ്. കാരണം സ്ത്രീക്കെതിരായ പരാമർശത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉന്നയിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. UDF എന്തായാലും അത് തെറ്റായി അതിനെ അപലപിച്ചു കഴിഞ്ഞു. എന്നിരുന്നാൽ കൂടിയും ഇതിനെ ഇടതുപക്ഷം കാണുന്നത് എങ്ങനെയാണ്? കായംകുളത്തെ രാഷ്ട്രീയത്തിൽ ഈ സംഭവം എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? സജിത്ത്, ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി ഈ സംഭവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രകടനം ഉണ്ടായിരുന്നു. ഇതിനകത്ത് മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ ഈ സംഭവത്തെ അപലപിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സൈബർ കോളങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ തോതിൽ പ്രതിഭയുടെ പ്രതികരണമടക്കമുള്ള കാര്യങ്ങൾ, കണ്ണീരോടെയുള്ള പ്രതികരണമടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ LDF പ്രചാരണ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ്, കായംകുളത്തെ തെരഞ്ഞെടുപ്പ് ഇത്തവണ ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് LDFും UDFും തമ്മിലെന്ന് തന്നെ നമുക്ക് കായംകുളത്തെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ M. ലിജു അതിവൈകാരികമായി അദ്ദേഹത്തിന്റെ, അതായത് തുടർച്ചയായ പരാജയത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതടക്കം പിന്നീട് വലിയ വാർത്തയാവുകയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അത് പ്രചരിക്കുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുകയും അത് തികച്ചും അപലപിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടത്തിൽ ഈ സംഭവത്തിന്റെ ഒരു മെറിറ്റും അതിനോടൊപ്പം തന്നെ ഇത് ഏത് രീതിയിൽ അത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം കൂടി CPMന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അത് കായംകുളത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം UDFിനെതിരെ ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനകത്ത് UDF കുറച്ചുകൂടി ധൃതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അവർക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട്. അതായത്
അതായത് ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ, വാർത്ത വന്ന ഘട്ടത്തിൽ തന്നെ എം ലിജു UDFന്റെയോ അല്ലെങ്കിൽ ലീഗിന്റെയോ ഒരു പ്രതികരണം വരുന്നതിന് മുമ്പ് തന്നെ ലിജു പ്രതിഭയോട് മാപ്പ് ചോദിച്ച് അദ്ദേഹം പരസ്യമായി മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ആ പരിപാടി നടക്കുന്ന വേദിയിൽ ലിജു ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് അങ്ങനെ ഒരു പ്രസംഗം നടന്നതെങ്കിൽ പോലും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലിജു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അതിന് മാപ്പ് പറയാനായി തയ്യാറായി എന്നുള്ളതാണ്. മറ്റൊന്ന് ലീഗ് സ്വീകരിച്ചൊരു നടപടിയാണ്. അവര് വളരെ പെട്ടെന്ന് തന്നെ UDFന്റെ ചുമതലയിൽ നിന്നും ഈ ഇർഷാദിനെ മാറ്റിയതിനോടൊപ്പം തന്നെ അന്വേഷണ വിധേയമായി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ദ്രുതഗതിയിൽ ഒരു നടപടി കൈക്കൊണ്ടത് UDFനും ഗുണകരമായി മാറുന്നുണ്ട്. എങ്കിൽ പോലും ഇത് നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് UDFന് വീഴ്ച വരുന്ന രീതിയിൽ, വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യെസ്, ശരണ്യ സൂചിപ്പിച്ചതാണ് അതിൻ്റെ രാഷ്ട്രീയം. എന്തായാലും കായംകുളത്ത് ഇത് ആ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സ്ത്രീക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം ആര് നടത്തിയാലും അത് തുറന്ന് എതിർക്കപ്പെടേണ്ടതാണ്. അത് എന്തായാലും നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ എല്ലാവരും ഒരേ സമീപനം ഈ വിഷയത്തിൽ സ്വീകരിച്ചു എന്നത് അങ്ങേറ്റം സ്വാഗതാർഹമാണ്. അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതെങ്കിലും താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിലപാടെടുത്തതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നതിനപ്പുറം തുറന്ന് എതിർക്കുക എന്ന നയം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അത് ഏത് പക്ഷത്തു നിന്നുണ്ടായാലും ആ സമീപനം തന്നെയാണ് ഉണ്ടാവേണ്ടതും. കഴിഞ്ഞ കാലങ്ങളിൽ അത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷവും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു എന്നതാണ് സാഹചര്യം. അതിനുമപ്പുറം അതിന് മറ്റൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. അതാണ് കായംകുളത്ത് വലിയ രാഷ്ട്രീയ പോര് നടക്കുന്ന കായംകുളത്ത് എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കൂടിയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.